ഞാൻ മജീദാണ്. ബംഗാളി റേറ്റിന് പണിയെടുത്തിട്ട് പണിക്കൂലി ഒക്കാത്ത മലയാളി മേസ്തിരിമാരുടെ അവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ചില മലയാളി മേസ്തിരിമാർ 1200 റുപ്യയും ചിലവും മേടിക്കണ മലയാളി മേസ്തിരിമാരുണ്ട്. അതേമാതിരി മലയാളി ഹെൽപ്പർമാർ, ചില മലയാളി ഹെൽപ്പർമാർ 900 റുപ്യ അല്ലെങ്കിൽ 1000 റുപ്യ ചിലവും മേടിക്കണ മലയാളി ഹെൽപ്പർമാരുണ്ട്. അവരെ കാര്യമല്ല പറയുന്നത്, അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ 1000 റുപ്യക്ക് പണിയെടുക്കണ മലയാളി മേസ്തിരിമാരും 800 റുപ്യക്ക് പണിയെടുക്കണ മലയാളി ഹെൽപ്പർമാരെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. എന്താ പറയുമ്പോൾ കാര്യങ്ങൾ പറയണം. അല്ലെങ്കിൽ എന്താ പറയുക, ചില ആൾക്കാരെ വീട്ടുകാരെ പറ്റിച്ച മലയാളി മേസ്തിരിമാരുണ്ടാവും. അവർക്ക് 1200 രൂപ കൂലിയും അതേമാതിരി ചിലവും കൊടുത്തുക്കും. എന്നിട്ടോ 2 ദിവസം പണിയെടുത്തുകൊണ്ട് പിന്നെ 4 ദിവസം അവർക്ക് പണിക്ക് പോയിക്കൂല. അപ്പോൾ ആ വീട്ടുകാരെ പുതിയ എന്താ അറിയോ, എല്ലാ മലയാളി മേസ്തിരിമാരും ഇങ്ങനെ തന്നെ കാര്യം പറ്റിക്കണ മേസ്തിരിമാരിൽ നിന്ന് പിന്നെ മലയാളീസ് എന്നുള്ള ധാരണയിലെ വീട്ടുകാരുണ്ടാവും. അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. അപ്പോൾ ഞാൻ 1 കൊല്ലം മുന്നേ ഞാൻ തിരുവനന്തപുരം സെക്രട്ടറിയിൽ പോയിക്കാണ്ട് നിവേദനം കൊടുത്തു. അവിടുന്ന് പരിഹരിക്കാൻ പറഞ്ഞുകൊണ്ട് പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് അവിടുന്ന് തിരുവനന്തപുരത്ത് ലേബർ ഓഫീസർ എൻ്റെ വീട്ടിൽ കത്തയച്ചു. അതിൽ പറഞ്ഞു 2019 മുതൽ കേരളത്തിൽ ഒരു മേസ്തിരിക്ക് 890 റുപ്യ, ഹെൽപ്പർക്ക് 770 റുപ്യ ആ കൂലി ഒക്കൂലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ലേബർ ഓഫീസർ പോയി ബന്ധപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ മലപ്പുറം ജില്ലാ കളക്ടറെ പോയിക്കാണ്ട് അവിടെ പോയി നിവേദനം കൊടുത്തു. അപ്പോൾ ഇത് പിന്നെ പരിഹരിക്കാറുണ്ട് എനിക്കൊരു രസീറ്റ് തന്നുകൊണ്ട് എന്നെ പറഞ്ഞയച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ്ട് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് ഒരു ഹിയറിങ്ങിന് പിന്നെ പറഞ്ഞാണ്ട് എൻ്റെ വീട്ടിലേക്ക് ഒരു കത്ത് വന്നു. അതിൽ ഞാൻ പിന്നെ ഞാൻ അന്ന് പോകാൻ പറ്റിയ സാഹചര്യം അല്ലാതെ കൊണ്ട് അന്നേം പോയില്ല. അതിൽ രണ്ടാമതും തന്നെ പിന്നെ എനിക്ക് വേറെ ഒരു കത്ത് വന്നു. എന്നുവെച്ചാൽ 30/7/2025 ഇന്നലെ ഹാജരാകണം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്നലെ പോയിട്ട് ജില്ലാ കളക്ടറെ താഴെ പിന്നെ ഓഫീസറെ മുന്നിൽ പോയത്. അതിൽ ആ ഓഫീസർ എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. അവൻ പറഞ്ഞു, സാറേ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരു 12-15 കൊല്ലം മുന്നേ എന്നുവെച്ചാൽ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പിന് 90,000 രൂപ കിട്ടിയിരുന്നു. ഇപ്പോൾ ഇവിടെ പണിക്കാർ കൂടുതലായതുകൊണ്ട് നമ്മളെ നാട്ടിൽ എല്ലാവരും പണിയെടുക്കണം, ബംഗാളി മലയാളി ഒക്കെ പണിയെടുക്കണം സാറേ. അതല്ല പറയുന്നത്, ഇവിടെ പണിക്കാർ ആയതുകൊണ്ട് ഇവിടുത്തെ നോർമൽ റേറ്റിന് ബംഗാളീസ് പണിയെടുത്തിട്ട് അവർക്ക് പണി കിട്ടാത്തത് കൊണ്ട് അവർ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് അവർ ഇപ്പോൾ 60,000, 55,000 അല്ലെങ്കിൽ 65,000 ഈ രൂപക്ക് എടുത്തിട്ട് ആ റേറ്റിന് ഞങ്ങളും എടുത്തിട്ട് ഞങ്ങൾക്ക് കൂലി ഒക്കണില്ല. അവരെന്ന് പറഞ്ഞാൽ അവർ രാവിലെ 7 മണിക്ക് ഇറങ്ങിയാണ്ട് 8 മണി വരെ അല്ലെങ്കിൽ 9 മണി വരെ പണിയെടുത്തിട്ടാണ് അവർ പണിക്കൂലി ഒപ്പിച്ചിരുന്നത്. എന്നാലും അവർക്കും തന്നെ പണിക്കൂലി ചിലമേ കിട്ടണില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ ഏജൻറ്റുമാരുണ്ട്. ചില ഓട്ടോറിക്ഷക്കാർ തന്നെ ഏജൻറ്റുമാരുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ പണി ഒപ്പിച്ച് കൊടുത്തുകൊണ്ട് അവർ 1000 റുപ്യ അതേമാതിരി 2000 അല്ലെങ്കിൽ അവർക്ക് അതുവരെ ആ പണി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആ പണി കഴിയണ വരെ അങ്ങോട്ട് ഓട്ടോറിക്ഷൻ്റെ പൈസ വരെ ആ ഓട്ടോറിക്ഷക്കാർ കിട്ടും. എല്ലാ ഓട്ടോറിക്ഷക്കാരും പറയില്ല. അതിൽ ചില വളവില്ല ഓട്ടോറിക്ഷക്കാർ, അതേമാതിരി ചില ഏജൻറ്റുമാരുണ്ട്. എന്നുവെച്ചാൽ അവർക്കാണ് ഇതിൻ്റെയൊക്കെ ആനുകൂല്യം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ നാട്ടിൽ സാറേ നമ്മളെ നാട്ടിൽ നടക്കുന്ന സംഭവം. ഇതിനൊന്ന് തെളിവ് തരാൻ എൻ്റെ കയ്യിലില്ല. എന്ന് വെച്ചാൽ അവർ ചെറിയ റേറ്റിന് എടുത്തിട്ട് രാവിലെ 7 മണി തൊട്ടുകാണ്ട് രാത്രി 8 മണി 9 വരെ അവർ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. പിന്നെ പറഞ്ഞാൽ അവർക്ക് ഇനിയിപ്പോൾ ആ കൂലിട്ടിയാലും കുഴപ്പമില്ല. അവരുടെ നാട്ടിൽ 450 റുപ്യ ഒരു മേസ്തിരിക്ക്, 350 റുപ്യ ഹെൽപ്പർക്ക്. അവിടെ അരി പച്ചക്കറി ഒക്കെ സാധനത്തിനേക്കാളും വില കമ്മിയാണ്. അപ്പോൾ അവർക്ക് ആ കൂലി കിട്ടിയാലും അവർക്ക് ജീവിക്കാം. ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഈ ഒരു മേസ്തിരിക്ക് 1000, അതേമാതിരി ഒരു ഹെൽപ്പർക്ക് 800 ആ ലെവലിൽ പണിയെടുക്കുന്ന മലയാളി തൊഴിലാളികൾ സാറേ 1200 റുപ്യക്ക് പണിയെടുക്കുന്ന മേസ്തിരിമാരെ പറ്റിയല്ല സാറേ പറയുന്നത്. അതേമാതിരി 900, അതേമാതിരി 1000 റുപ്യ ചിലവ് അതിന് പണിയെടുക്കുന്ന മലയാളി ഹെൽപ്പർമാരെ പറ്റിയല്ല സാറേ ഞാൻ പറയുന്നത്. അല്ലാത്ത ചെറിയ കൂലി പറഞ്ഞാൽ 1000 റുപ്യ മേസ്തിരി വെച്ചാൽ 800 റുപ്യ ഹെൽപ്പർ. അവരുടെ അവസ്ഥ സാറേ ഞാൻ കൂടി പറയുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം സാറ് കണ്ടെത്തി തരണം പറഞ്ഞു. അതിലിങ്ങനെ ആ സാറ് ആലോചിച്ചിട്ട് പറഞ്ഞു, എന്താ ഇതിന് ഞാനിപ്പോൾ എന്താണ് ഇതിന് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കാറുണ്ട്.
അതിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എഴുതിയാൽ മതി, ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ എന്നുവെച്ചാൽ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ നോർമൽ പെര എന്നുവെച്ചാൽ അധികം മോഡലില്ലാത്ത നോർമൽ പെരക്ക് എന്നുവെച്ചാൽ 80,000 റുപ്യ കിട്ടണം, പഞ്ചായത്തിൻ്റെ മുഖേന അങ്ങനെ ഒരു കിട്ടണം എന്നുള്ളൊരു ഇത് വെക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതിൽ ആ സാറ് അങ്ങനെ ആ അപേക്ഷയിൽ അങ്ങനെ എഴുതിയിരിക്കണ്. ഞാൻ അപേക്ഷ കളക്ടർക്ക് അത് കൊടുക്കും. സാറ് പറഞ്ഞു ഇത് പെട്ടെന്നൊന്നും നടക്കുമെന്ന് പറയണില്ല, കാരണം ഇത് നടക്കണമെങ്കിൽ സർക്കാർ കരുതണം. അപ്പോൾ ഞാൻ പറഞ്ഞു സർക്കാർ ഇത് കരുതൂല, കാരണം സർക്കാർ പറഞ്ഞാൽ ഈ വലിയ റേറ്റിന് എടുക്കുന്ന കോൺട്രാക്ടർമാരെ ഒപ്പാക്കാൻ സർക്കാർ നിൽക്കുക. ഈ അടി തട്ടിൽ പണിയെടുക്കുന്ന ആൾക്കാരൊന്നും സർക്കാർ പെട്ടെന്ന് മെയിൻറ്റ് ചെയ്യൂല. അപ്പോൾ ആ സാറിനോട് പറഞ്ഞു ഇത് മെയിൻറ്റ് ചെയ്യണമെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ഇത് ഇതേമാതിരി ഒരു സംഘടന ഉണ്ടാക്കണം. അപ്പോൾ ഈ സംഘടന ഞങ്ങൾ ഈ അടി തട്ടി എടുക്കുന്ന ആൾക്കാർ സംഘടന ഉണ്ടാക്കുമ്പോൾ അത് എല്ലാവരും ഒരു ഒത്തൊരുമ എല്ലാവരും ഇല്ല. അതാണ് വിഷയം സാറേ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതിപ്പോൾ എന്നോട് പറഞ്ഞിട്ട് സർക്കാരിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഒത്തൊരുമിച്ചാണ് ഒരു സംഘടന ആയാണ്ട് ഇതിൽ ഒരു സമരം ചെയ്യുകയാണെന്ന് വെച്ചാൽ അങ്ങനെ സർക്കാർ മുന്നിൽ ഇത് കാണിച്ചു കൊടുത്താൽ അപ്പോൾ ഇതിന് സർക്കാരിന് ഒരു പരിഹാരം എടുക്കാൻ കഴിയും. അല്ലാതെ ഒരാളോ 10 ആളോ 100 ആളോ 200 ആളോ പോയിങ്ങാണ്ട് പറഞ്ഞു ചെയ്താണ്ട് ഇതൊന്നും നടക്കാൻ പോകണില്ല എന്ന് ആ സാറ് എന്നോട് പറഞ്ഞു. ഇനി ഈ താഴെത്തട്ട് കിടക്കുന്ന ഈ പണിക്കൂലി ഒക്കണില്ല എന്ന് പറയുന്ന മലയാളി പണിക്കാർ കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇന്നലെ ഞങ്ങളെ കിളിക്കുന്ന് കൊയ്ത്തുകൊണ്ട് പാലത്തിനെ പറ്റി ഞാനൊരു നിവേദനം കൊടുക്കാൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പോയിരുന്നു. അപ്പോൾ അവിടെ വലിയ കോൺട്രാക്ടർമാർ ഒരു സമരം, അവരൊരു സംഘടന ആയിങ്ങാണ്ടാണ് അവരുടെ പ്രവർത്തനം. അപ്പോൾ അവരുടെ പ്രവർത്തനം നിങ്ങളൊന്ന് ഇത് കണ്ടു നോക്കി. അവിടെ ഞാനൊരു വീഡിയോസ് എടുത്തിരിക്കണം, ആ വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നുവെച്ചാൽ എന്നെപ്പോലെ ആൾക്കാർ പണിക്കൂലി വെക്കാത്ത ആൾക്കാരാണ് ഇത് കാണേണ്ടത്. എന്നാലുള്ളൂ നമുക്കും അതേമാതിരി സംഘടന ഉണ്ടാക്കാൻ നിങ്ങൾക്കും ഒരു മനസ്സിന് ഒരു ഊർജ്ജം വരിക. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് കാണി. എന്താണത് ടിക്കറ്റ് വേണ്ട പാർട്ടിൻ്റെതാ? പാർട്ടി ഏത് പാർട്ടിൻ്റെ അല്ലേ? ഞാനത് ഗ്രൂപ്പുകൾ ഇടാനാ. എന്താണ് അതേ ഇത് കൂലിയൊക്കെ അതോടെ അതോ എനിക്കറിയില്ല. അതെ 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 മെറ്റീരിയൽ ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ വില വർധനവിനെതിരെ ഏതായാലും ആൾക്കാർ അറിഞ്ഞോട്ടെ ഓക്കെ കരാറുകാർക്ക് ലൈസൻസ് അനുവദിക്കുക, നദികളിലെ മണൽ വാരൽ ഉടൻ ആരംഭിക്കുക, അവരുടെ സമരം കണ്ടില്ലേ? ഇതേമാതിരി നമ്മളും സമരം നടത്തണമെങ്കിൽ നമ്മളും ഇതേമാതിരി ഒരു സംഘടന ആയിങ്ങാണ്ട് നമ്മൾ രൂപീകരിച്ചുകൊണ്ട് അതിശക്തമായി നമ്മൾ മുന്നേറണം. അതിന് നമ്മളൊരു കൂട്ടായ്മ ആയിങ്ങാണ്ട് നമ്മളൊരു യോഗം ചേരുമ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് തന്നെ വെക്കണം. നമ്മൾ പിന്നാമ്പുറത്ത് ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കണം. അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡ് പിടിച്ചുകൊണ്ട് നമ്മൾ അതിനൊരു കേരളത്തിലെ മലയാളി സിമെൻറ്റ് തേപ്പ് കൂട്ടായ്മ ഇറങ്ങാണ്ട് ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കണം. ആ നാട്ടുകാരെ അറിയിക്കണം. നാട്ടുകാരെ അറിയിച്ചാലുള്ള ഇത് സർക്കാർ അറിയാം. അപ്പോൾ നമ്മൾ കുറേ 10,000 കണക്കിന് ആൾക്കാർ ഇതേമാതിരി ഈ പണിക്കൂലി വെക്കണില്ല, പണി കിട്ടണില്ല എന്നുള്ളത് സർക്കാരിനെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ സർക്കാരിനൊരു പേടി ഉണ്ടാവും. എങ്ങനെ പേടി ഉണ്ടാവും എന്ന് വെച്ചാൽ 10,000-20,000 കുടുംബം അല്ലെങ്കിൽ 50,000 കുടുംബം ഇതിൽ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ 50,000 കുടുംബത്തിൽ കുറേ കുടുംബങ്ങൾ ഉണ്ടാവുമല്ലോ. എങ്ങനെയും ചുരുങ്ങിയത് ഒരു വീട്ടിൽ എങ്ങനെയും 2 ആൾ 3 ആളുണ്ടാകും. അപ്പോൾ ഒരു 50,000 കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ എത്രങ്ങാനും ആൾക്കാരുണ്ടാവും. അപ്പോൾ സർക്കാരെന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിക്കാർക്കും പറഞ്ഞാൽ വോട്ടാണ് പോലെ പിൻബലം. അല്ല ഇവിടെ സർക്കാർ ജയിപ്പിച്ചിട്ടുള്ളത് ബംഗാളീസും വേറെ ആൾക്കാരൊന്നുമല്ല, നമ്മൾ മലയാളീസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിങ്ങാണ്ട് ഒരു ഫ്ലെക്സ് ബോർഡും നമ്മൾ പിടിച്ചിങ്ങാണ്ട് ഇതിനുള്ള ഒരു സമരമാർഗ്ഗം നമ്മൾ കണ്ടെത്തണം. ഓക്കെ.
അപ്പോൾ അതാണ് ഇതിനെ ബന്ധപ്പെട്ട് സർക്കാർ ഓഫീസിലൊക്കെ ഓരോ ഓഫീസർമാരും എന്നോട് പറയൽ. അല്ലാതെ ഒരാളും 2 ആളും 100 ആളും 200 ആളും നിങ്ങൾ പോയിങ്ങാണ്ട് കൊടുത്തിരുന്നാണ്ട് അതുകൊണ്ടൊരു പരിഹാരം സർക്കാർ ചെയ്തു തരൂല. നിങ്ങളൊരു സംഘബലമായിങ്ങാണ്ട് 10, 10,000, 20,000, 30,000 ആൾക്കാർ ഒരു സംഘബലമായിങ്ങാണ്ട് ഇതിൻ്റെ പിന്നാലെ നടന്നാലുള്ളൂ ഇതിനൊരു പരിഹാരം ഉണ്ടാകുക എന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ.